ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. ഇന്ന് നമ്മൾ ടെൻസസ് ചാപ്റ്ററിൻ്റെ അടുത്ത പാർട്ടിലോട്ട് മൂവ് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ഫിനിഷ് ചെയ്തു. ഇന്ന് തൊട്ട് പെർഫെക്റ്റ് ടെൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ സിമ്പിൾ ആണ്. സബ്ജക്റ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3, വേർബിൻ്റെ തേർഡ് ഫോം. സബ്ജക്റ്റിലൂടെ ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് eaten lunch. I have eaten lunch. ഇത് ഫുൾ മീനിങ് സെൻറ്റൻസ് ആയില്ല, ജസ്റ്റ് പറയാൻ വേണ്ടി ഞാൻ എഴുതിക്കുന്നതേ ഉള്ളൂ. സോ സബ്ജക്റ്റ് ഹാവ് V3. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഇതാണ് നമ്മളെ ബേസിക് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇനി ഇത് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ് കൺസെപ്റ്റ്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സപ്പോസ് ഒരു കാര്യം പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു, പാസ്റ്റിൽ ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇതുവരെ ഈ നിമിഷം വരെ അത് കണ്ടിന്യൂ ആയി നടന്ന് വന്നു. ഇനി അത് അവസാനിക്കുകയോ അതോ ഇനി മുമ്പോട്ട് തുടരുകയോ എന്നൊരു ക്ലാരിറ്റി ഇല്ല. എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷനാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ദാറ്റ് ഈസ് അൺഫിനിഷ്ഡ് ആക്ഷൻ ആണെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങി പ്രസൻറ്റിൽ അൺഫിനിഷ്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ദെൻ വി വിൽ യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പറയാണ്, ഞാൻ ഇതുവരെ 3 ചപ്പാത്തി കഴിച്ചു. ഇഫ് ഐ സേ I have eaten 3 chapatis so far. So what does it mean? ഞാൻ കുറച്ച് നേരം മുമ്പ് അല്ലെ പാസ്റ്റിൽ ഞാൻ ചപ്പാത്തി കഴിക്കാൻ തുടങ്ങി. കഴിച്ച് ഈ നിമിഷം വരെ ഞാൻ 3 കഴിച്ചു. ഇതുവരെ സോ ഫാർ. അപ്പോൾ ഇനി എനിക്ക് എന്താവാം? വേണമെങ്കിൽ ഈ 3 ചപ്പാത്തിയോടെ നിർത്താം, അല്ലെങ്കിൽ 4ാമത്തെ ചപ്പാത്തി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ബേസിക്കലി എൻ്റെ ആക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, ഞാൻ കഴിച്ച് നിർത്തുന്നുണ്ടോ എന്ന് വ്യക്തമാവുന്നില്ല. പ്രസൻറ്റ് വരെ ഞാൻ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്, 3 ചപ്പാത്തി വരെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ 4ാമത്തെ ചപ്പാത്തി കഴിക്കുകയോ ഇല്ലെന്ന് എന്താവുന്നില്ല, വ്യക്തമാവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തത്. ദാറ്റ് ഈസ് ഐ സബ്ജക്റ്റ് ആണ്. ഐയുടെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, ആമും വാസും ഒഴിച്ചെല്ലാം പ്ലൂറൽ ഫോമിലാണ് പറയുന്നത്. ഐ ഹാവ്, പിന്നെ V3 ഈറ്റൻ. ഓക്കെ, ഐ ഹാവ് ഈറ്റൻ 3 ചപ്പാത്തീസ് സോ ഫാർ. സോ ബേസിക്കലി നമുക്ക് ഈ സോ ഫാർ എന്നുള്ള വാക്ക് വെച്ചിട്ടാണ് നമുക്ക് എന്ത് മനസ്സിലായത്? ഇതൊരു അൺഫിനിഷ്ഡ് ആക്ഷൻ ആണെന്നാണ്. അതുപോലെ നമുക്ക് വേറെയും കുറേ വേർഡ്സ് ഉണ്ട് വിച്ച് വിൽ ഡിനോട്ട് ദാറ്റ് ഇറ്റ്സ് എൻ അൺഫിനിഷ്ഡ് ആക്ഷൻ. എന്നിട്ട് അൺഫിനിഷ്ഡ് ആക്ഷൻ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യുള്ളൂ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെരി ക്ലിയർലി. ഈ പറയുന്ന വേർഡ്സ് ഇവിടെ കിടക്കുന്നില്ലേ, അൺഫിനിഷ്ഡ് ആക്ഷൻ വേണ്ടിയുള്ള വേർഡ്സ് ആണ്. ഇവിടെ യൂസേജ് നോക്ക്, യൂസ്ഡ് ഫോർ അൺഫിനിഷ്ഡ് ആക്ഷൻസ് ഇൻ ദ പ്രസൻറ്റ്. ഓക്കെ, സോ ഫാർ, ഓൾറെഡി, യെസ്, ടിൽ നൗ. സോ ഞാൻ പറഞ്ഞില്ല, ഐ ഹാവ് കംപ്ലീറ്റഡ് ദിസ് വർക്ക്, സോ മച്ച് വർക്ക് ടിൽ നൗ. ഇതുവരെ ഞാൻ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്ത്, ഇത് വേണമെങ്കിൽ അധികം കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് വെച്ച് നിർത്താം. അതുപോലെ യെറ്റ്, നെവർ, എവർ, ഫോർ, സിൻസ്. ഈ 4 സിൻസിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം, ദിസ് ഇസ് ദ സെക്കൻഡ് ടൈം. സോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ ഹാവ് വാച്ച് ദിസ് മൂവി. ആദ്യത്തെ തവണയാണ് ഞാൻ ഈ മൂവി കാണുന്നത്. ആദ്യത്തെ തവണ കണ്ടു, ഓക്കെ ഫൈൻ, ഓക്കെ. പക്ഷേ എനിക്ക് വേണമെങ്കിൽ സെക്കൻഡ് ടൈം കാണാമല്ലോ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ പറയുമ്പോൾ അത് അവസാനമാണെന്ന് വ്യക്തമാവുന്നുണ്ടോ? ഇല്ലല്ലോ. ചിലപ്പോൾ അത് എന്നോട് 1 പ്രാവശ്യം തന്നെ കണ്ടിട്ട് ഞാൻ നിർത്തും. ചിലപ്പോൾ 2ാമത്തെ പ്രാവശ്യം കാണാൻ പോയെന്ന് ഇരിക്കും. സോ അവിടെ അത് അൺഫിനിഷ്ഡ് ആക്ഷനാണ് കാണിക്കുന്നത് പ്രസൻറ്റിലുള്ള. അതുകൊണ്ട് നമ്മളവിടെ എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതേപോലെ 2 ടൈംസ് 3 ടൈംസ്. ഞാൻ ഒരു കാര്യം 3 വട്ടം ചെയ്തു. 3 വട്ടം ചെയ്തെന്ന് പറഞ്ഞാൽ 4ാമത്തെ വട്ടം ചെയ്തുകൊണ്ടെന്നുണ്ടോ? ചെയ്യാം. ചിലപ്പോൾ 3ാമത്തെ വട്ടം വെച്ച് നിർത്താമെന്നുണ്ട്. ഓക്കെ, അതേപോലെ അപ് ടു നൗ, ഇതുവരെ, അപ് ടു പ്രസൻറ്റ്, ഈ നിമിഷം വരെ, സെവറൽ ടൈംസ്, പല വട്ടം. ഓക്കെ, നൗ ഞാൻ പറഞ്ഞില്ലേ 4ഉം സിൻസിൻ്റെ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ 4ഉം സിൻസും എവിടെയൊക്കെ 4ഉം സിൻസ് കാണുമോ അവിടെയൊക്കെ നിങ്ങൾ അത് അൺഫിനിഷ്ഡ് ആക്ഷൻ ചിന്തിക്കല്ലേ. കാരണം 4ൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാണ്. 4 ഒരു പ്രപ്പോസിഷനുമാണ്. ഓക്കെ, ഒരു പ്രപ്പോസിഷൻ്റെ ഫോമിൽ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഐ വർക്ക് ഫോർ ഹിം. ഐ വർക്ക് ഫോർ ഹിം. ഓക്കെ, ആൻഡ് വേറൊന്ന് പറയാണ്, ഐ ഹാവ് വർക്ക്ഡ് ഫോർ 10 years ഇൻ ദിസ് കമ്പനി. ഞാൻ എഴുതുന്നില്ല. നമ്മൾ ടെൻസ് എന്നുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ ടൈമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ 4ഉം സിൻസും യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റെഫറൻസ് ടൈമുമായിട്ട് വരികയാണെങ്കിൽ മാത്രമേ നമ്മളതിന് അൺഫിനിഷ്ഡ് ആക്ഷൻ എന്ന് അർത്ഥം വരുള്ളൂ. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞതാണ്, ഞാൻ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. പ്രപ്പോസിഷനാണിത്. ടൈമിൻ്റെ പെർസ്പെക്റ്റീവിലല്ല ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രസൻറ്റ് പെർഫെക്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഞാൻ പറയണം, ഐ ഹാവ് വർക്ക്ഡ് ഫോർ 10 years. 10 വർഷത്തേക്ക് ഞാൻ വർക്ക് ചെയ്തു. കാലാവധിയാണ് കാണിക്കുന്നത്. 4 എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ടൈം പീരീഡ് ഓഫ് ടൈമാണ്. 10 വർഷം 5 വർഷം എന്നൊക്കെ പറയണില്ലേ, അതാണ് 4ൻ്റെ അർത്ഥം. സിൻസ് എന്നുള്ള വാക്ക്
നമ്മൾ കൺക്ലൂഷൻ പറയാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ടൈമിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയാണ്. സേ ഫോർ എക്സാമ്പിൾ ഇത് പീരീഡ് ഓഫ് ടൈം ആണ്, ഇത് പോയിന്റ് ഓഫ് ടൈം ആണ്. പോയിന്റ് ഓഫ് ടൈം എന്ന് വെച്ചാൽ സിൻസ് 2015 ആ സമയം മുതൽ. ഓക്കെ, ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞില്ല ഐ ഹാവ് വർക്ക് ഫോർ 10 years എന്ന്. എനിക്കിവിടെ സിൻസ് യൂസ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ എന്ത് പറയും? ഐ ഹാവ് വർക്ക്ഡ് സിൻസ് 2015. അപ്പോൾ 10 വർഷം തന്നെ എനിക്ക് ഇവിടെയും പറയണം, 2015 തൊട്ട് 2025 വരെ 10 വർഷം. പക്ഷേ ഇവിടെ ഞാൻ എന്താണ് പോയിന്റ് ഓഫ് ടൈം, ആ സമയം മുതൽ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തു. ഇത് 10 വർഷ കാലാവധിക്ക് വർക്ക് ചെയ്തു. ഈ ഒരു അർത്ഥത്തിൽ ഇത് 2 വേർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുള്ളൂ. എന്നാൽ ഫോറിൻ്റെ അർത്ഥം പീരീഡ് ഓഫ് ടൈം, സിൻസിൻ്റെ അർത്ഥം പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ അൺഫിനിഷ്ഡ് ആക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഓക്കെ, സോ ഇത്രയും വേർഡ്സ് എഴുതിയെടുക്കുക. എന്നിട്ട് ഈ ഫോറും സിൻസിൻ്റെ നമുക്ക് വീണ്ടും ഒരിടത്ത് യൂസേജ് വരും. അപ്പോൾ ഇത് ഓർമ്മ ഉണ്ടാവണം. അതാണ് ഞാൻ ഇത് എടുത്ത് പറഞ്ഞത്. ബാക്കിയെല്ലാം വേർഡ്സ് കോമൺ ആണ്, സിമ്പിൾ ആണ്, നോ പ്രോബ്ലം. ബട്ട് ഫോർ ആൻഡ് സിൻസ് ദേ ഹാവ് ഡിഫറെൻറ്റ് യൂസേജസ്. ഇനി നമുക്ക് മുമ്പോട്ടിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഓക്കെ, ലെറ്റ്സ് സീ ദ എക്സാമ്പിൾസ് ഹിയർ. ഇപ്പം ലെറ്റ്സ് സീ. ഇവിടെ പറയണത് ഐ ഹാവ് ഈറ്റൻ ലഞ്ച് ആൻ അവർ അഗോ. ഒരു മണിക്കൂർ മുന്നേ ഞാൻ എന്ത് ചെയ്തു? ഫുഡ് കഴിച്ചു. നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഫിനിഷ്ഡ് ആക്ഷൻ ആണെങ്കിൽ നമ്മളവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഒരു മണിക്കൂർ മുമ്പേ കഴിച്ചെന്ന് പറയുമ്പോൾ ഇത് ഫിനിഷ്ഡ് ആക്ഷൻ അല്ലേ? ഇവിടെ അൺഫിനിഷ്ഡ് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഫിനിഷ്ഡ് ആക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? ഹാവ് യൂസ് ചെയ്യില്ല. അതുപോലെ V3 അല്ല യൂസ് ചെയ്യണത്. സബ്ജക്റ്റ് പ്ലസ് V2. ഇത് സബ്ജക്റ്റ് ആണ്. ഇതിൻ്റെ V2 എന്ന് പറയുന്നത് ഏറ്റ്. ഐ ഏറ്റ് ലഞ്ച് ആൻഡ് അവർ അഗോ. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ചില വേർഡ്സ് വെച്ചിട്ടാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അത് ശ്രദ്ധിക്കണം. ഓക്കെ, യെസ്. ഐ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ടു ദ മാനേജ്മെൻറ്റ് 3 times. ഞാൻ മാനേജ്മെൻറ്റിനോട് ഈ ചോദ്യം 3 വട്ടം ചോദിച്ചു. 3 വട്ടം ചോദിച്ചു എൻ്റെ അർത്ഥം 3 വട്ടത്തോടെ നിർത്തണമെന്നില്ലല്ലോ. ചിലപ്പോൾ ഞാൻ 3 വട്ടം കഴിഞ്ഞിട്ട് മടുക്കും, ചിലപ്പോൾ അതിനുശേഷം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മളിവിടെ പഠിച്ച ഓർമ്മയുണ്ടോ? 2 times 3 times. ഇതെന്താണ് കാണിക്കുന്നത്? അൺഫിനിഷ്ഡ് ആക്ഷനാണ് കാണിക്കുന്നത്. അൺഫിനിഷ്ഡ് ആക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വരണം? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വരണം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. സോ ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്. ഐയുടെ കൂടെ നമുക്ക് എന്ത് വരണം? ഹാവ് വരണം. സോ ഐ ഹാവ് എന്ന് വരണം. എന്നിട്ട് വേർബ് ആസ്ക് ആണ്. അതിൻ്റെ V3 ആസ്ക്ഡ് തന്നെയാണ്. ഓക്കെ, ആസ്കിൻ്റെ ഫസ്റ്റ് ഫോം ആസ്ക്, സെക്കൻഡ് ഫോം ആസ്ക്ഡ്, തേർഡ് ഫോം അത് തന്നെയാണ്, ആസ്ക്ഡ് തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ ഇത് മാറില്ല. സോ ഇവിടെ എങ്ങനെ ആവും? ഐ ഹാവ് ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ ടു ദ മാനേജ്മെൻറ്റ് 3 times. ഐ ഹാവ് ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ ടു ദ മാനേജ്മെൻറ്റ് 3 times. ഓക്കെ, ലെറ്റ്സ് സീ നെക്സ്റ്റ് വൺ. ഷീ റെഡ് 4 chapters ഓഫ് ദിസ് ബുക്ക് സോ ഫാർ. ഇതുവരെ അവൾ ഈ ബുക്കിൻ്റെ 4 chapters വായിച്ചു. വായിച്ചു. അതിൻ്റെ അർത്ഥം 5ാമത്തെ ചാപ്റ്റർ വായിച്ചിടുന്നുണ്ടോ? വായിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ 4ാമത്തെ ചാപ്റ്റർ വെച്ച് അവസാനിച്ചെന്ന് ഇരിക്കാം. സോ ഫാർ നമുക്കറിയാമല്ലോ, ഇവിടെ നമ്മൾ നോക്കിയതാണ്. യെസ്, അൺഫിനിഷ്ഡ് ആക്ഷൻ ആണ്. അൺഫിനിഷ്ഡ് ആക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വരണം? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വരണം. സബ്ജക്റ്റ് ഷീ ആണ്. ഷീ സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് ഇവിടെ ഹാസ് വരും. ഓക്കെ, ഹാവ് അല്ലെങ്കിൽ ഹാസ് അല്ലേ വരേണ്ടത്. എന്നിട്ട് റെഡിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, 3 ഫോം അങ്ങനെയാണ്. റെഡ്. ഓക്കെ, റീഡ് ഫസ്റ്റ് ഫോമിന് മാത്രം നമ്മൾ റീഡ് എന്ന് വായിക്കും, ബാക്കി റെഡ് എന്ന് വായിക്കും. ഓക്കെ, സോ ഇവിടെ മാറ്റമില്ല, ഞാൻ അറിയാതെ പറ്റിയതാണ്. ഷീ ഹാസ് റെഡ് 4 chapters ഓഫ് ദിസ് ബുക്ക് സോ ഫാർ. ഫസ്റ്റ് ഫോമിന് നമ്മൾ റീഡ് എന്ന് വായിക്കും. സ്പെല്ലിംഗ് എല്ലാത്തിനും സെയിം തന്നെയാണ്. ഓക്കെ, ഷീ ഹാസ് റെഡ് 4 chapters ഓഫ് ദിസ് ബുക്ക് സോ ഫാർ. ഇപ്പോഴാണിത് കറക്റ്റ് ആയത്. ഓക്കെ, ഇനി ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ പ്ലേഡ് ക്രിക്കറ്റ്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ക്രിക്കറ്റ് കളിച്ചത് ആണിത്. ആദ്യത്തെ പ്രാവശ്യം കളിച്ചതിൻ്റെ അർത്ഥം ഇനി ഇത് ആദ്യത്തോടെ തന്നെ അവസാനിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അത് അൺഫിനിഷ്ഡ് ആണ്. നമുക്കറിയില്ല, ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ഇതെല്ലാം അൺഫിനിഷ്ഡ് ആണ്. അപ്പോൾ അവിടെ എന്ത് വരണം? നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വരണം. സബ്ജക്റ്റ് എന്താണ്? ഐ ആണ്. ഓക്കെ, സബ്ജക്റ്റ് ഐ. അതിൻ്റെ കൂടെ നമുക്ക് ഹാവ് ആണ് വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് V3. പ്ലേ ആണ് ഒറിജിനൽ വേർബ്, ഫസ്റ്റ് ഫോം. പ്ലേഡ് അങ്ങനെ തന്നെയാണ്. തേർഡ് ഫോം പ്ലേഡ് തന്നെയാണ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് എന്നാണ് വരേണ്ടത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. ഇവിടെ നോക്ക്, ഐ ഹിറ്റ് 5 centuries സോ ഫാർ. ഇതുവരെ ഞാൻ 5 centuries അടിച്ചു. ഓക്കെ, ഇനി 6ാമത്തെ അടിക്കാം, ചിലപ്പോൾ ഇതോടെ തീർക്കാം. അൺഫിനിഷ്ഡ് ആക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരണം? ഐ ശേഷം ഹാവ് വരും. എന്നിട്ട് ഹിറ്റിൻ്റെത് 3 ഫോമും. ഹിറ്റഡ് എന്നുള്ള വാക്കൊന്നും ഇല്ല കേട്ടോ. ഹിറ്റ്. ഓക്കെ,
I have hit 5 centuries so far. ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒരിക്കലും ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് നമ്മളിവിടെ വരേണ്ടത്. അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് ഐ ആണ്. ഐയുടെ കൂടെ ഞാൻ പറഞ്ഞ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യാണ്, വാസും ആമും മാത്രമേ സിംഗുലർ വേർബായിട്ട് വരുള്ളൂ. ബാക്കി എല്ലാ വേർബ്സും എന്താണ്, പ്ലൂറൽ ഫോമിലുള്ള വേർബ്സ് ആണ് വരുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ സം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹിയർ. ഇവിടെ നോക്ക്, ജസ്റ്റ് പുൾ ഇറ്റ് ഡൗൺ. യാ, ഇവിടെ പറയുന്നത് people so far are not being realized the hazards of smoking. Now, so far ഇതുവരെ ആൾക്കാർക്ക് സ്മോക്കിങ്ങിൻ്റെ ഹെസാർഡ്സിനെ കുറിച്ച് മനസ്സിലാവുന്നില്ല. സോ ഫാർ ഇതുവരെ മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ മുമ്പോട്ട് മനസ്സിലാകുന്നിരിക്കാം, ചിലപ്പോൾ മുമ്പോട്ട് മനസ്സിലാവാതിരിക്കാം. സോ നമുക്കത് അറിയില്ല. അൺഫിനിഷ്ഡ് ആക്ഷൻ ആണ്. അൺഫിനിഷ്ഡ് ആക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ് വരേണ്ടത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്. ഇത് വീണ്ടും വീണ്ടും സ്ട്രക്ചർ എഴുതുന്നത് നിങ്ങൾക്ക് റിപ്പീറ്റ് ഓർമ്മ വയ്ക്കാനാണ്, എനിക്ക് കാണാപ്പാടം പഠിക്കാനല്ല. സോ പീപ്പിൾ സോ ഫാർ ആർ അല്ല വരേണ്ടത്, ഹാവ് ആണ് വരേണ്ടത്. ഓക്കെ, സോ പീപ്പിൾ നമ്മളെ സബ്ജക്റ്റ് ആണ്. ഇത് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് അതങ്ങനെ തന്നെ കിടക്കും. പീപ്പിൾ സോ ഫാർ ഹാവ് നോട്ട്. ഇവിടെ ബീയിങ്ങിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളെ സ്ട്രക്ചറിൽ എന്താണ്, സബ്ജക്റ്റ് പ്ലസ് പീപ്പിൾ പ്ലൂറൽ ആണ്, അതുകൊണ്ട് സബ്ജക്റ്റ്. സോ ഫാർ നമ്മൾ പറയുന്ന ഇതാണ്. ഓക്കെ, അഡ്വർബായിട്ട് വരുന്നതാണ്. പീപ്പിൾ സോ ഫാർ ഹാവ് നോട്ട്, നെഗറ്റീവ് ആയിട്ട് നോട്ടും കൂടെ ചേർന്നു. പിന്നെ V3, ഇതാണ് V3, റിയലൈസ്ഡ്. ഓക്കെ, പീപ്പിൾ സോ ഫാർ ഹാവ് നോട്ട് റിയലൈസ് ദ ഹെസാർഡ്സ് ഓഫ് സ്മോക്കിംഗ്. നമുക്കിവിടെ ബീയിങ് എന്നുള്ളത് വരില്ല. ഇത് ആക്റ്റീവ് വോയിസിലാണ് സെൻറ്റൻസ് കിടക്കുന്നത്. ബീയിങ്ങിൻ്റെ ആവശ്യമില്ല, പാസീവിലായിരുന്നെങ്കിൽ കിടന്നെ. ഓക്കെ, സോ അടുത്ത്, എവറിഥിങ് വി ഹാവ് ലുക്ഡ് അറ്റ് so far gives inconclusive evidence about the dangers in the living condition of masses. ഇവിടെയും ഇതുവരെ നോക്കിയിട്ടുള്ള എല്ലാം നമുക്ക് എന്താണ് കാണിക്കുന്നത്? മാസസിൻ്റെ ആൾക്കാരുടെ ലിവിങ് കണ്ടീഷനെ കുറിച്ച് ഒരു പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് കിട്ടുന്നതിന് ഇൻകോൺക്ലൂസീവ് എവിഡൻസ് ആണ്. സോ ഇവിടെ നമുക്ക് വരേണ്ടത് എന്താണ്? ഈ പറയുന്ന പോലെ സോ ഫാർ ആണ്, അൺഫിനിഷ്ഡ് ആക്ഷൻ ആണ്. എന്ത് വരണം? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വരണം. സബ്ജക്റ്റ് ഏതാണ്? വി ആണ് സബ്ജക്റ്റ്. അതിനുശേഷം വി പ്ലൂറൽ ആൻഡ് ഹാവ് വന്നു. ഓക്കെ, ആൻഡ് ഇത് V3 ആയി. സോ എവറിഥിങ് വി ഹാവ് ലുക്ഡ് അറ്റ് സോ ഫാർ ഗിവ്സ് ഇൻകൺക്ലൂസീവ് എവിഡൻസ്. ഈ ലുക്ഡ് അറ്റ് ഇത് പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്, അതിൻ്റെ കൂടെ ലുക്ഡിൻ്റെ കൂടെ അറ്റ് അങ്ങനെ യൂസ് ചെയ്ത് വന്നതാണ്. സോ അത് ദാറ്റ് ഡസൻറ്റ് മേക്ക് എ പ്രോബ്ലം. ഇത് V3 ആവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, ഇതിൽ എറർ ഇല്ല. മുകളിലത്തെ എറർ ഉണ്ടാകുന്നത്, ഇതിൽ ഒരു എററും ഇല്ല. ദ പ്രിൻസിപ്പൽ ലാമെൻറ്റഡ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, lamented that though a detailed report was submitted to the management a month ago, no action is being taken so far. Okay, so ഇവിടെ എങ്ങനെയാണ് വരേണ്ടത്? Principal lamented that though a detailed report was submitted to the management a month ago, ഇത് നമുക്ക് ഫിനിഷ്ഡ് ആക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ ലാമെൻറ്റഡ്, സബ്ജക്റ്റ് എന്താണ് ഒരു മാസം മുമ്പ് ചെയ്തത്? പ്രിൻസിപ്പൽ ലാമെൻറ്റഡ് ദാറ്റ് though the detailed report was submitted. Is that clear? ഇവിടെ was submitted വന്നത് ഇത് പാസീവിലായതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് പ്രിൻസിപ്പൽ ലാമെൻറ്റഡ് വേർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് V2, അവിടെ പ്രശ്നമില്ല. ഇനി നോ ആക്ഷൻ ഈസ് ബീങ് ടേക്കൺ സോ ഫാർ എന്താണ് ചെയ്യാത്തത്? ആക്ഷൻ എടുത്തില്ല. ഓക്കെ, സോ ഫാർ എന്ന് പറയുമ്പോൾ എന്താണ്? അൺഫിനിഷ്ഡ് ആക്ഷൻ ആണ്. എന്താണ് ഇതുവരെ ചെയ്യാത്തത്? നോ ആക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മളെ സബ്ജക്റ്റ്. ഞാൻ പറഞ്ഞില്ല, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ എന്താണോ അവിടുത്തെ മെയിൻ പോയിന്റ്. സോ നോ ആക്ഷൻ ഈസ് ബീങ് ടേക്കൺ സോ ഫാർ അല്ല വരേണ്ടത്. എന്താണ് വരേണ്ടത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലേ? സബ്ജക്റ്റിന് ശേഷം നോ ആക്ഷൻ സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതിന് ശേഷം ഹാസ്, പിന്നെ മെയിൻ വേർബിൻ്റെ എന്താണ് ഇത് എന്ത് പറയണ V3. സോ ഇവിടെ ടേക്കൺ വരും, അത് കറക്റ്റ് തന്നെ. പക്ഷേ ഇത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പാസീവ് വോയിസിലാണ്. അതുകൊണ്ട് എന്താണ്? ബീയിങ്ങിൻ്റെ ഇതെന്താവും? ബീനാവും. ഓക്കെ, ആക്റ്റീവിൽ വരുമ്പോൾ അത് ബീനാവും. സോ നോ ആക്ഷൻ ഹാസ് ബീൻ ടേക്കൺ സോ ഫാർ. ആക്റ്റീവ് പാസീവ് വോയിസ് പഠിക്കുമ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഇതാണ് മനസ്സിലാക്കേണ്ടത്, സബ്ജക്ട് പ്ലസ് ഹാസ് പ്ലസ് V3. ഈ ബീയിങ് ഇങ്ങോട്ട് വന്നപ്പോൾ, കാരണം ബീയിങ് നോക്ക് ING ഫോമാണ്, നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ING ഫോം ഇല്ല, അതിൻ്റെ V3 ഫോം വരണം. നോ ആക്ഷൻ ഹാസ് ബീൻ ടേക്കൺ സോ ഫാർ. ഓക്കെ, പാസീവ് വോയിസിലായതുകൊണ്ടാണ് നമുക്ക് ഈ ബീനും കൂടെ നടക്കുവന്ന്, അല്ലാതെ നമ്മളെ പ്രസൻറ്റ് പെർഫെക്റ്റ് സ്ട്രക്ചറിൽ ബീനൊന്നും ഇല്ല. ഓക്കെ, നൗ ഹാവ് യു ഹേർഡ് ദ ന്യൂസ്? മുകേഷ് ആൻഡ് മാലതി ആർ എൻഗേജ്ഡ്. ദാറ്റ് ഈസ് നോട്ട് ന്യൂ, ഐ ന്യൂ ഇറ്റ് ഫോർ ഏജസ്. ഓക്കെ, ഇവിടെ എറർ ഉണ്ടോ ഇല്ലേ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറ. ഐ ന്യൂ ഇറ്റ് ഫോർ ഏജസ്. ഇവിടെ ഫോറിൻ്റെ അർത്ഥം എന്താണ്? കാലങ്ങൾ കൊണ്ട്.
കാലങ്ങൾ കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫോറും സിൻസിൻ്റെ യൂസേജ് വരെയാണ്, എന്നിട്ട് ടൈം പീരിയഡിനാണ് അവർ റെഫർ ചെയ്യണമെങ്കിൽ 4 ages എന്ന് പറഞ്ഞാൽ കാലങ്ങൾ കൊണ്ട് എനിക്കറിയാമായിരുന്നു. നീ കേട്ടോ മുകേഷ് മാലതി എൻഗേജ്മെൻ്റ് ആയി, ഇത് പുതിയൊരു കാര്യമല്ല, എനിക്കിത് കാലങ്ങൾ കൊണ്ട് അറിയാമായിരുന്നു. സോ കാലങ്ങൾ കൊണ്ട് അറിയാമായിരുന്നു, ഐ ഹാവ് നോൺ ഇറ്റ് 4 ages. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് വരേണ്ടത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലേ വരേണ്ടത്. സബ്ജക്റ്റ് അതാണ്, ഐ ആണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഐയുടെ കൂടെ എന്ത് വരണം? ഞാൻ ഇവിടെ എഴുതാം, ഐ ആണ്. അതിൻ്റെ കൂടെ ഹാവ് വരണ്ടേ? യെസ്. വേർബ് എന്താണ്? ഇത് KNEW ആണ്, NEW അല്ല, KNEW. ഐ ന്യൂ ഇറ്റ് 4 ages. സോ ഐ ഹാവ് നോൺ ആണ് വരേണ്ടത്. ന്യൂ, സോറി, ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ നോ, KNOW. ഓക്കെ. സെക്കൻഡ് ഫോം ന്യൂ, KNEW. അതാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷെ നമുക്കിവിടെ തേർഡ് ഫോം അല്ലേ വേണ്ടേ? ഐ ഹാവ് നോൺ ഇറ്റ് ഫോർ 4 ages. Is that clear? So, have you heard the news? Malti and Mukesh are engaged. That is not new. I have known it for ages. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഈ മുകളിലത്തെ ക്വസ്റ്റിൽ നമ്മളിവിടെ ഹാവ് ബീൻ ഇട്ടേക്കുന്നത് പാസീവ് വോയിസ് ആയതുകൊണ്ടാണ്. ആക്റ്റീവ് പാസീവ് വോയിസിൽ എൻ്റെ ഞാൻ ഫുൾ ഡീറ്റെയിൽ സ്ട്രക്ചർ ഞാൻ പഠിപ്പിച്ചു തരും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ എന്തില്ല, ബീനോ ബിയോ ഒന്നും വരില്ല. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പാസീവ് ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ വരില്ല. ഇത് പാസീവ് വോയിസ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. സോ അതൊരു കാര്യം കൺഫ്യൂസ് ആയി പോകരുത്. ഓക്കെ, വെൻ വി ലേൺ ദാറ്റ് ചാപ്റ്റർ യു വിൽ ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു കൺവേർട്ട് ഫ്രം ആക്റ്റീവ് ടു പാസീവ്, പാസീവ് ടു ആക്റ്റീവ്. അതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോഴിതും പ്രോപ്പറായിട്ട് ഐഡിയ കിട്ടും. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് സോ ഫാർ എന്നുള്ളത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഇതൊരു ആക്ഷൻ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടുത്തെ ഭാഗത്താണ്. മറ്റേ ഭാഗം അപ്പർ സൈഡിലുള്ളത് അവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഓക്കെ, അതുപോലെ ഇവിടെ ഈ കേസ് നോക്കുകയാണെങ്കിൽ ഐ ഹാവ് നോൺ ഇറ്റ് 4 ages. ഈ 4 ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ 4 ഉദ്ദേശിക്കുന്നത് വെറും പ്രപ്പോസിഷനായിട്ടല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് കാലങ്ങൾ കൊണ്ട് എനിക്ക് അറിയാവുന്നതാണ്. കാലങ്ങൾ കൊണ്ട് അറിയാമെന്ന് പറയുമ്പോൾ സമയത്തിനെ കുറിച്ച് പറയാണ്. ഫോറും സിൻസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ടൈമിനെ കുറിച്ച് റെഫർ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എപ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരേണ്ടത്. ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് യൂസേജസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒത്തിരി പ്രാക്ടീസ് ക്വസ്റ്റൻസ് ഞാൻ കൊണ്ടുവരും. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പ്രാക്ടീസും കൂടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് സമയം കിട്ടില്ല, ചാപ്റ്റേഴ്സ് തീരില്ല. ഫസ്റ്റ് ലെറ്റ്സ് ഫിനിഷ് ദ ചാപ്റ്റേഴ്സ് ആൻഡ് ദെൻ വി വിൽ പ്രാക്ടീസ്. ആവശ്യത്തിനുള്ള പ്രാക്ടീസ് ക്വസ്റ്റൻസ് അതിനകത്ത് ഇട്ട് പോകുന്നുണ്ട്. ഏത് സെക്ഷനിൽ കൂടുതൽ റിലവൻസ് ഉണ്ടോ അവിടെ ഞാൻ കൂടുതൽ പ്രാക്ടീസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മളിപ്പം 4-5 ക്വസ്റ്റൻസ് ഇതിന് മുമ്പേ നോക്കി. സോ ദാറ്റ് ഈസ് ബിക്കോസ് ദിസ് സെക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ എനിവേസ് ഐ ഹോപ്പ് യു ആർ ലൈക്കിംഗ് ദ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഞാൻ തന്നെ ഇപ്പോൾ തെറ്റായിട്ട് പറഞ്ഞാണ്ടല്ലേ, ലൈക്ക് ഈസ് എ സ്റ്റേറ്റ് വേർബ്, അതിൻ്റെ കൂടെ ING പറ്റില്ല. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് മേക്ക് ഷുവർ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് മാക്സിമം ആളുകളിൽ ഷെയർ. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.